പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L4260 എന്ന പ്രിന്ററിൽ എങ്ങനെ സ്കാൻ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. സ്കാനിങ്ങിന് ആദ്യം ചെയ്യേണ്ടത് പ്രിൻ്ററിൻ്റെ സ്കാനർ ഗ്ലാസ്സിൽ ആദ്യം നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് വെക്കണം. ഞാനിപ്പോൾ സാമ്പിളിന് ഈ ഒരു ഡോക്യുമെൻ്റാണ് ഉപയോഗിക്കുന്നത്. അത് ഇതേപോലെ തിരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ആ ആരോ മാർക്കിൻ്റെ അടുത്തായിട്ടാണ് വെക്കേണ്ടത്, ആ കോർണറിലേക്കാണ് വെക്കേണ്ടത്. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത് എപ്സൻ്റെ പുതിയ മോഡൽ എപ്സൺ സ്കാൻ 2 പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അവിടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ എപ്സൺ സ്കാൻ 2 ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എപ്സൺ സ്കാൻ പറഞ്ഞത് പഴയ വെർഷനാണ്, അത് ഈ പ്രിൻ്ററിൽ സപ്പോർട്ട് ചെയ്യൂല. എപ്സൺ സ്കാൻ 2 ആണ് നമുക്ക് ഈ മോഡൽ പ്രിൻ്ററിന് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹോം പേജ് വരുന്നത്. നോർമൽ കേസിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനാണെങ്കിൽ ഡയറക്റ്റ് താഴെ കാണുന്ന സ്കാൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് ആയിക്കാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് സേവ് ആവുന്നതാണ്. വേറെ എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ താഴെ കാണുന്ന സ്കാൻ ക്ലിക്ക് ചെയ്യുന്നു, അതോടുകൂടി സ്കാനിങ് നടക്കും. അത് നമ്മുടെ ഡോക്യുമെൻ്റ് പറഞ്ഞ ഫോൾഡറിൽ എവിടെ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നോർമൽ ഡിഫോൾട്ടായിട്ട് ഡോക്യുമെൻ്റ് പറഞ്ഞ ഫോൾഡറിലാണ് അത് സേവ് ആവുക. അപ്പോൾ സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫോൾഡറിൽ സേവ് ആയി ആ ഡോക്യുമെൻ്റ് ഓപ്പണായി വരുന്നതാണ്. ആ ഫോൾഡർ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഡോക്യുമെൻ്റ് കാണാവുന്നതാണ്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മളവിടെ വെച്ച സ്കാനർ ഗ്ലാസ്സിൽ വെച്ച അതേ ഡോക്യുമെൻ്റ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് അതിൻ്റെ പ്രിവ്യൂ നോക്കാം. യെസ്, ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത അതേ ഫയൽ തന്നെയാണ് ഇവിടെ സ്കാനിങ് ആയി സേവ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ആപ്ലിക്കേഷനിലേക്ക് വരാം. അവിടെ ആദ്യം കൊടുത്തുള്ള ഡോക്യുമെൻ്റ് സോയ്സ് ആണ്, അത് സാധാരണ സ്കാനർ ഗ്ലാസ് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ താഴെ ഡോക്യുമെൻ്റ് സൈസ്, ഏത് സൈസിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ താഴെ ഇമേജ് ടൈപ്പ്, അത് കളറുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്രേ സ്കെയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റ ഡാർക്ക് ആകാറുണ്ടാവുക. അപ്പം നോർമലി ഓട്ടോ അല്ലെങ്കിൽ കളർ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ റെസൊല്യൂഷനാണ് വരുന്നത്. നോർമലി 200 ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം. കുറയും തോറും ക്ലാരിറ്റി കുറയുന്നു മാത്രമല്ല സേവ് ചെയ്യുന്ന ഫയൽ സൈസും കുറയും. റെസൊല്യൂഷൻ കൂടുന്തോറും സ്ലോ സ്കാനിങ് ആയിരിക്കും. അതേപോലെ സേവ് ചെയ്യുന്ന ഫയൽ സൈസും കൂടുന്നതാണ്. അപ്പോൾ നോർമലി ഞാൻ 200 ഇട്ടിട്ടുണ്ട്. പിന്നെയുള്ള റൊട്ടേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ ആവശ്യമില്ലാത്തതാണ്. പിന്നെ ഈ ഒരു ഓപ്ഷൻ അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇതിൽ കൂടുതൽ പേജുകൾ ഒറ്റ PDF ഫയലിനുള്ളിലായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് ചെറിയ ഡീപ്പായി പറഞ്ഞു തരേണ്ടതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞു തരാം. പിന്നെ അതിൻ്റെ താഴെ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. PDF ആണോ JPEG ആണോ ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ വരുന്നത് ഫയൽ നെയിമാണ്, എന്ത് പേര് വേണം നിങ്ങൾക്ക് സേവ് ചെയ്യുന്ന ഫയലിന് വേണ്ടത് എന്നുള്ളതാണ്. നോർമലി ഇതേപോലെ ഒരു പേരിലായിരിക്കും ഉണ്ടാവുക. അവിടെ അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടാനുസരണമുള്ള പേരിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇവിടെ ഓക്കെ എന്നുള്ള താഴെ കൊടുത്താൽ മതി. ഡേറ്റും ടൈമും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന ഫോൾഡർ എന്നാണല്ലേ, ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, സേവ് ചെയ്യുന്ന ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. അതിവിടെ സെലക്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഡോക്യുമെൻ്റ് ഒരു ഇത് ഓപ്പണായി വരും. ഇവിടെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിവ്യൂ സ്കാൻ എന്ന 2 ഓപ്ഷന്. പ്രിവ്യൂ എന്നാൽ നമുക്ക് വെച്ച മാറ്റർ കാണാൻ കഴിയും. അത് ഒന്ന് സ്കാൻ ചെയ്താണ് നമുക്കത് പ്രിവ്യൂ ആയിട്ട് കാണിച്ച് തരുന്നതാണ്. അതിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിവ്യൂ ഒരിക്കലും സേവ് ആവുന്നതല്ല. സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന സ്കാൻ എന്നുള്ള ക്ലിക്ക് തന്നെ ചെയ്യണം. യെസ്, നമ്മുടെ പ്രിവ്യൂ ആണ് ഇവിടെ കാണുന്നത്, കണ്ടില്ലേ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്ത് കണ്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ സേവ് ആവുകയുള്ളൂ. ഞാൻ അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്കാൻ എന്നുള്ള കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. അപ്പം ക്രോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിൻലി എല്ലാവരും പ്രിവ്യൂ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഫോട്ടോഷോപ്പ് പോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ക്രോപ്പിംഗ് അല്ല വരുന്നത്. നോർമൽ ഒരു സിംഗിളായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യം മാത്രമേ ഇതിലുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരിക്കലും പ്രിവ്യൂ കണ്ടാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യരുത്. കാരണം പ്രിവ്യൂ ഒരിക്കലും സേവ് ചെയ്യുന്നില്ല. അത് നമുക്ക് പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടി മാത്രമേ ആവുന്നുള്ളൂ. സേവ് ചെയ്യാൻ നിങ്ങൾ സ്കാനിങ് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ പ്രിവ്യൂ ഡോക്യുമെൻ്റ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മൾ ക്രോപ്പ് ചെയ്ത് ആ സെലക്ട് ചെയ്ത ആ ഭാഗം മാത്രമേ ഇവിടെ സേവ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ.
ഓക്കെ, അതിലാണ് പ്രിവ്യൂ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കത് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ ആ ഒരു ടിക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പ്രിവ്യൂ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഈ ഇറേസ് ടൂൾ വെച്ചാണ് നമ്മൾ ആ സെലക്ട് ചെയ്തത് ഒഴിവാക്കുകയും ഈ പ്രിവ്യൂ ഓപ്പൺ ആയിരിക്കുന്നത് ക്ലോസ് ചെയ്യുകയും വേണം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ പ്രിവ്യൂ അവിടെ അങ്ങനെ വന്നിട്ടുണ്ടാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ടിക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പേജുകൾ സ്കാൻ ചെയ്ത് ഒറ്റ PDF ഫയലായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ടിക്ക് ചെയ്തതിന് ശേഷം സ്കാനിങ് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. യെസ്, കണ്ടില്ല, ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ സ്കാൻ ചെയ്തപ്പോൾ ഈ മെസ്സേജ് വന്നിട്ടില്ല. അത് നമ്മൾ ആ ടിക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡോക്യുമെൻറ്റ് വെക്കുക അല്ലെങ്കിൽ അടുത്ത പേജ് വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വീണ്ടും ആഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും സ്കാനിങ് ആവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ഡോക്യുമെൻ്റ് ആവശ്യമുണ്ടോ, ഫയലുകൾ സ്കാൻ ചെയ്യാനുണ്ടോ, അതെല്ലാം ഇതേപോലെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് വെച്ച് നിങ്ങൾ ആഡ് കൊടുത്തതിന് ശേഷം അവസാന ഭാഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് ഇതേപോലെ ചോദിക്കുന്ന സമയത്ത് സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ എത്രത്തോളമാണ് നിങ്ങൾ സ്കാൻ ചെയ്തത് അതെല്ലാം ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ 1, 2, 3 അങ്ങനെ 1 by 1 പേജായിട്ട് സേവ് ആവുന്നതാണ്. സാധാരണ നിങ്ങൾ ടിക്ക് ചെയ്യാതെ ഉപയോഗിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ഫയലായിട്ടായിരിക്കും സേവ് ആവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉള്ളത്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ സേവ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ അത് സേവ് ആയിട്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ 2 തവണയാണ് സ്കാനിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഫയലായിട്ടായിരിക്കും ഈ PDF ഫയലിൻ്റെ ഉള്ളിൽ സേവ് ആവുക. നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. യെസ്, ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1 of 2 പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതായത് 2 പേജ് ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ 2 തവണ സ്കാൻ ചെയ്തുകൊണ്ടാണ് 2 പേജ് സിംഗിൾ പേജായിട്ട് ഒരു PDF ഫയലിൻ്റെ ഉള്ളിൽ 2 പേജായിട്ട് സേവ് ചെയ്തിട്ടുള്ളത്. ഇതാണ് 2ാം പേജ് വരുന്നത്. ഞാൻ സെയിം ഡോക്യുമെൻ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സെയിം ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ആ ടൂൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഇതേപോലെ മൾട്ടി പേജായിട്ട് സേവ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് ഈ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടിക്ക് ഒഴിവാക്കാൻ വിട്ടു പോകരുത്. ഇല്ലെങ്കിൽ നിങ്ങൾ ടൈം വേസ്റ്റായി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങളെ പ്രിൻ്ററും നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.